നട്ടപരാധം മൂന്ന് മണിക്കൂർ അവാർഡ് തരണം അടിയിലെ കൈ കിട്ടി ഇപ്പൊ ചവിട്ടി വരയ്ക്കും എന്തോന്നാണോ 3 മണിക്കൂർ കഠിന തടവ് 200 രൂപ പിഴയായിപ്പോയി. അത്രയും മോശം ഒരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല ഈ വർഷം. അവര് സംഭവം കിടിലാക്കാനോ നോക്കിയത്, പക്ഷെ മൂഞ്ചിപ്പോയി സംഭവം. നട്ടപരാധം 3 മണിക്കൂർ അവാർഡ് തരണം. സത്യമായിട്ടും ബ്രോ ഷമ്മി തിലകനെ പിടിച്ച് എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോ പാവം തോന്നി. ഈ 3 മണിക്കൂർ ഈ പണം തുടങ്ങി ഒരു 3/4 മണിക്കൂർ സഹിക്കാൻ പറ്റില്ല. അന്ന് അടിയൊന്നും സഹിച്ചിരിക്കണം. എന്നിട്ടൊരു ചേസ് സീന് വരും, അതുകൊണ്ട് പടം ക്ലിക്കാന്ന് വിചാരിച്ചു. അയ്യോ എനിക്ക് വയ്യ, അടിയിലെ കൈ കിട്ടി ഇപ്പൊ ചവിട്ടി വരയ്ക്കും എന്തോന്നാണോ മോശമാണ്. ഇത്രയും മോശം ഒരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല ഈ വർഷം. കാര്യമായിട്ടും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം പിന്നെയും കണ്ടോണ്ടിരിക്കാം, ഇന്റർവെല്ലൊക്കെ നൈസായത്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് വളരെ മോശം. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്നിനും കൊള്ളത്തില്ല. അത് മേക്കിംഗ് വൈസ് ഒക്കെ വളരെ മോശം. സ്ക്രിപ്റ്റും കൊള്ളൂല, ക്യാമറ ആംഗിളൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു മല കയറുന്ന ഒരു സീനുണ്ട് അവരെടുത്ത് വെച്ചാൽ പീക്ക് VFX ആണ്. ലോകമൊക്കെ മാറിയിരിക്കും. AC കൊള്ളാറുണ്ടെങ്കിൽ വരാം, AC ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ വരാം. അല്ലാതെ 10 പൈസ ലാഭിക്കാമോ? 10 പൈസക്കില്ല കാര്യമായിട്ട്. 3 മണിക്കൂർ പിടിച്ചിരിക്കണതിന് വലിയ കാര്യമാണ്. ഒരു 3 മണിക്കൂർ കഠിന തടവ് 200 രൂപ പിഴയായിപ്പോയി. അങ്ങനത്തെ ഒരു പടം ഇഷ്ടപ്പെട്ടില്ല. സീരിയസ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ തിയേറ്ററിൽ വന്നിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഇതിനു മുമ്പ് തഗ് ലൈഫ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതാണ് ഞാൻ കണ്ടിട്ട് മലയാളത്തിൽ ഈ വർഷത്തെ കൊള്ളൂലാത്ത സിനിമയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ക്രിപ്റ്റ് എന്താണ് സംഭവം? ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല പുള്ളിക്കാർ ഇങ്ങനത്തെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്. 5 വർഷം എന്തിനാണ് എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റൊക്കെ എന്ന് വെച്ചാൽ എല്ലാം പ്രിഡിക്റ്റ് ചെയ്യാം നമുക്ക്. ഈ സിനിമ ഫസ്റ്റ് ഹാഫ് എൻഡ് ആവുന്നവരെ നമുക്ക് ഓക്കെ. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വന്നതിന് ശേഷം എന്താണെന്നൊന്നും മനസ്സിലാണല്ലോ. ഹൈലി പ്രിഡിക്റ്റബിൾ ആണ് സ്റ്റോറി. ഇഷ്ടപ്പെടില്ല ആയിരിക്കും. എന്തായാലും എനിക്കൊക്കെയാണ് എന്നെ സാധാരണ വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. കണ്ടിരിക്കാനും ഒരു ഇതില്ല. അതാണ് ഈ സിനിമയുടെ പ്രോബ്ലം. ഇത് പറയണമെന്ന് അറിഞ്ഞൂടാ. ആ ഒരു ഫീൽ അതിൻ്റെ അത് ഇരുന്നിട്ട് എങ്ങനെയും എണീറ്റ് പോകണമെന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ എൻഡ് ആണ് സമയത്ത് ഒരു കുറേ കോൺസെപ്റ്റ് ചൈതന്യം വില അത് ഈ വർഷം ട്രോൾ വരാൻ പോകുന്ന സംഭവമായിരിക്കും. ചൈതന്യം വില ഉറപ്പാ. ഓക്കെ കഴിച്ചു 3 മണിക്കൂർ പദമാണ്. 3 മണിക്കൂർ സെക്കൻഡ് ഹാഫ് പദം നല്ല തീട്ടക്കഥ അതാണ് ഉള്ളൂ. പീക്കാണോ? AC കൊണ്ട് ഉറങ്ങാൻ പറ്റും. 3 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ആണ് പ്രശ്നം. പടം കണ്ടവർക്ക് മനസ്സിലാവും. ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്റെ അമ്മ തിയേറ്റർ മൊത്തം നാറ്റിച്ചോളൂ. അതാണ് ഇവനാണ് വിളിച്ചോണ്ട് ഈ ചെണ്ടിയാണ് വിളിച്ചത്. കാണാൻ വന്നതാണ്. പക്ഷെ പടം കൊള്ളത്തില്ല ബ്രോ. 10 പൈസക്കില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് വെറും വേസ്റ്റ് ആണ്. പടം ഫസ്റ്റ് ഹാഫ് ടോപ്പ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ എന്റർടൈൻ ചെയ്തിരുത്തി. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എന്തോ ഒരു പടത്തിൽ എന്തോ ഒരു സംഭവം ഇല്ല, കണക്ട് ആവുന്നില്ല ആൾക്കാർക്ക്. ആ ഒരു ഈഗോ ക്ലാഷും ആ തീമും കണക്ട് ആയിട്ടില്ല. അപ്പൊ പടം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അവര് സംഭവം കിടിലാക്കാനോ നോക്കിയത്, പക്ഷെ മൂഞ്ചിപ്പോയി സംഭവം. സെക്കൻഡ് ഹാഫ് കാരണം സെക്കൻഡ് ഹാഫിൽ എന്റർടൈൻ ചെയ്യാൻ ഒന്നുമില്ല, ഒരു സംഭവമില്ല. ജെയ്ക്സ് ബിജെ എങ്ങനെയൊക്കെ ബീജം കുത്തിക്കയറ്റാൻ നോക്കുമ്പോഴും ആ സീനിൽ ഇമ്പാക്ട് ഒന്നും കിട്ടുന്നില്ല. അവിടെയാണ് നമുക്കൊരു പ്രശ്നം പറ്റിയത്.